നമസ്കാരം, വെൽക്കം ബാക്ക് ടു അമൃത്. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ 1 കിലോ എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് എടുത്തിട്ടുള്ളത്. ബീഫ് കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ച് ചേർത്ത് കൊടുക്കാം, പിന്നെ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മസാലയൊക്കെ എല്ലാ പീസസിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടും. ഇനി ബീഫ് വേവാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് ബീഫ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ബീഫ് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് മസാലയൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വളരെ കനം കുറഞ്ഞ് അരിഞ്ഞ 1 സവാള കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അടുത്തായിട്ട് നമുക്ക് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ട്സും അതുപോലെ തന്നെ ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അടുത്ത നമുക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഉണക്കമുന്തിരി ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ നമ്മുടെ ബിസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാനായിട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 മീഡിയം സൈസിലുള്ള സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സവാള ഒന്ന് വാടി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 9 അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി, 2 കുടം വെളുത്തുള്ളി നന്നായിട്ട് തന്നെ മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇഞ്ചിയുടെയും വെളുത്തുള്ളിൻ്റെയും പച്ചമുളകിൻ്റെയും ഒക്കെ പച്ച കുത്ത് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കുമ്പോഴാണ് നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാവുക. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ പച്ചമണം മാറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ പച്ചക്കുത്ത് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നമ്മൾ അത്യാവശ്യം എരിവിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അടുത്തായിട്ട് നമുക്ക് 1 ടീസ്പൂണോളം മീറ്റ് മസാല കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചക്കുത്ത് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 3 അത്യാവശ്യം വലുപ്പമുള്ള തക്കാളി ഒന്ന് ചെറുതായി മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. തക്കാളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് ഞാനിവിടെ തക്കാളി ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഞാനിവിടെ ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. അടുത്തായിട്ട് നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം അധികം പുളിയില്ലാത്ത യോഗോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഓരോ പിടി വീതം മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതോടെ ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം തന്നെ മല്ലിയിലയും പുതിനയിലയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റും നല്ല ഫ്ലേവറുമാണ്. അതുപോലെ തന്നെ യോഗോട്ട് ചേർക്കാനായിട്ട് വിട്ടുപോകരുത്. ആ നേരം കൊണ്ട് നമ്മുടെ ബീഫ് ഇവിടെ അത്യാവശ്യം തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 to 6 വിസിലാണ് അടുപ്പിച്ചിട്ടുള്ളത്. ബീഫിൻ്റെ വേവ് ഓരോ ബീഫിൻ്റെ അനുസരിച്ച് ഇരിക്കും. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് തന്നെ ഒന്ന് ബീഫ് വേവിച്ചെടുക്കുക. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള മസാലയിലേക്ക് ഈ ബീഫ് ആ ഒരു ഗ്രേവിയോടെ കൂടെ തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് ഇത് മസാലയിലൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ അത്യാവശ്യം ഒരു ചാറ് രൂപത്തിലാണ് ഇരിക്കുന്നത്. അപ്പം വറ്റിച്ചെടുക്കുന്നതോടെ തന്നെ നമ്മുടെ ബീഫിലേക്ക് ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചോളും. ഇനി നമുക്ക് ചോറുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്റ്റാർ നൈസ്, ഒരു 5-6 ഗ്രാമ്പു, 3 ബേ ലീഫ്, അത്യാവശ്യം വലുപ്പമുള്ള ഒരു പട്ടേൻ്റെ പീസ്, ഒരു 4-5 ഏലക്കായ
ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ബസ്മതി റൈസാണ് ചേർത്തിട്ടുള്ളത്. ഞാൻ ബസ്മതി റൈസ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഊറ്റിയെടുക്കുകയാണ് ചെയ്യാറ്. എനിക്കതാണ് കംഫർട്ടബിൾ. അപ്പം ജീരകശാല അരിയൊക്കെ ആണെങ്കിൽ നമുക്ക് വറ്റിച്ചെടുത്തിട്ട് നെയ്ച്ചോറ് പോലെ ആക്കി എടുക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ്. പിന്നെ ബിരിയാണിക്ക് എപ്പോഴും ജീരകശാല എടുക്കുന്നതാണ് നല്ലൊരു ഫ്ലേവർ. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ വീട്ടിൽ ബസ്മതി റൈസാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ അരി അത്യാവശ്യം തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. അരി വേവുന്ന സമയം തന്നെ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തന്നെ തിക്കായി വന്നിട്ടുണ്ട്. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാം. അപ്പോൾ ദമ്മിടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് അടിയിൽ ഇങ്ങനത്തെ ഒരു തട്ടോ ഒരു പാനൊക്കെ വെച്ച് കൊടുക്കുക. ഒരു പഴയ പാനാണ്, ഞാൻ അതിലാണ് എപ്പോഴും ദമ്മിടുന്നത്. ഇനി നമുക്ക് നമ്മൾ ഏത് പാത്രത്തിലാണോ ദമ്മിടുന്നത് ആ പാത്രം വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ലെയറായിട്ട് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും. പിന്നെ നോൺ സ്റ്റിക്ക് ആകുമ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു വിഷയമില്ല. ആദ്യം തന്നെ ഞാനൊരു തിൻ ലെയറായിട്ട് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫിൻ്റെ മസാല ചേർത്ത് കൊടുക്കാം. ദം ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയുമായിരിക്കും, ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ ഞാനിങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അടുത്ത ലെയറായിട്ട് നമുക്ക് ചോറിട്ട് കൊടുക്കാം. ചോറ് അത്യാവശ്യം തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുക. അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും മുന്തിരിയും അതുപോലെ തന്നെ സവാളയും ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഗരം മസാല അതിന് മുകളിൽ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ലെയറും ചെയ്തെടുക്കുക. എത്രത്തോളം ചോറുണ്ടോ അത്രയും നമുക്ക് ലെയേഴ്സ് ചെയ്തെടുക്കുക. അപ്പോൾ നെക്സ്റ്റ് ഞാൻ കുറച്ച് ചോറ് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കുക. ഇലകൾ ചേർത്ത് കൊടുക്കുക. കുറച്ച് ഗരം മസാല അതിന് മുകളിൽ കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ലെയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നാട്ടിലൊക്കെയാണ് ഇലയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഈ വാഴേൻ്റെ ഇല നമ്മൾ ഇതിന് മുകളിൽ ഇങ്ങനെ കവർ ചെയ്തിട്ട് പാത്രം അടച്ചു വെച്ചാൽ വാഴേൻ്റെ ഇലേൻ്റെ ആ ഫ്ലേവറും കൂടി ഇറങ്ങും. നല്ലൊരു ടേസ്റ്റാണ്. ഇതൊരു സിമ്പിൾ മെത്തേഡാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ദം ചെയ്തെടുക്കുക ഒരു 10-15 മിനിറ്റ്. ഇപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവേണ്ട കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.